5 മണിയായപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫാവുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കന്യാകുമാരിയിലാണ്. അപ്പം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം അനിയനുണ്ട്. അവനായിട്ടാണ് ഇന്ന് നമ്മുടെ കന്യാകുമാരിയിലുള്ള എല്ലാ വീഡിയോസും ഫുള്ളും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. തന്നെ സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ല് എനേബിൾ ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഞാൻ കറക്റ്റ് കന്യാകുമാരി റീച്ച് ആയപ്പോഴത്തേക്ക് കറക്റ്റ് 5 മണിയായി. അപ്പം പൊതുവേ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും നല്ല തിരക്ക് കാണും എന്ന് വെച്ചാൽ വെക്കേഷനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. ആൾക്കാരില്ല, ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇനി ഏതാണ്ട് ഒരു 6:30-6:30 സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് ആ ഒരു ആൾക്കാർ വരുന്ന ഒരു ക്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും നല്ല തിരക്ക് കാണും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 5 മണി കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു 1.5-2 കൊല്ലമായിക്കാണ് ഞാൻ വന്നപ്പം. അന്ന് ഞാൻ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഫുള്ളും നല്ല തിരക്കായിരുന്നു. ഞാൻ വേറെ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് അന്ന് വന്നത്, വേറെ കുറച്ച് പ്ലേസൊക്കെ പോകാനായിട്ട്. അതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ അവോയ്ഡ് ചെയ്തത്. പക്ഷെ എന്തൊക്കെയാലും ഈ വട്ടം നമ്മൾ വന്നപ്പം ഗ്ലാസ് ബ്രിഡ്ജ് എന്തൊക്കെയാലും തീർച്ചയായിട്ടും കയറിയിരിക്കും. അതേപോലെ അത് കയറുന്ന ഫുള്ളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വന്ന് ആദ്യമേ സീറ്റ് പിടിച്ചിരിക്കുകയാണ് കേട്ടോ, ഇവിടെ സ്റ്റെപ്പിനടുത്ത് സൺസെറ്റ് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പിനടുത്തൊക്കെ അന്ന് നമുക്ക് ഏകദേശം ഇറങ്ങി പോകാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറയുമ്പോൾ ഫുള്ളും ബാരിക്കേഡ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് ഇപ്പം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മൾ അന്ന് വന്ന സമയത്ത് നമുക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇന്ന് ഈ വട്ടം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലുള്ളതെല്ലാം സ്കിപ്പ് ചെയ്ത് തന്നെ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പം 1-2 ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്, അതും ഇൻക്ലൂഡിങ് നമ്മുടെ ചാനലിൽ കാണിക്കുന്നത് തന്നെയാണ്. അഞ്ച് മണിയായപ്പോൾ ഉള്ള ഏതാ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം ചുവപ്പിൽ മൂടപ്പെടും. പക്ഷെ അതൊരു അവസാനമല്ല, നാളെ വീണ്ടും ഉദിക്കാൻ ഒരു തയ്യാറെടുപ്പാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ചില ദിവസങ്ങൾ താഴേക്ക് പോകും, ചില സ്വപ്നങ്ങൾ വൈകും, ചില ശ്രമങ്ങൾ പരാജയപ്പെടും. പക്ഷെ അതൊന്നും അവസാനമല്ല. നീ എത്ര തവണ വീണാലും ഓരോ പ്രഭാതവും പറയുന്നത് വീണ്ടും പരിശ്രമിക്കൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ബൈക്കിലൊക്കെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച് പോകാനുള്ള കുറച്ച് മനോഹരമായ സ്ഥലങ്ങൾ നോക്കി ബൈക്കിൽ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീല് തന്നെ വേറെയാണ്. അത്രയ്ക്കും ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്, അത്രയ്ക്കും മൈൻഡ് റിലാക്സിങ് ആണ്, സത്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ കുറേ കാണാത്ത സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അവയെല്ലാം ഈ ഒരു പ്രായത്തിൽ തന്നെ കണ്ട് ആസ്വദിച്ച് ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ട്രാവൽ എന്ന് പറയുമ്പോൾ ബൈക്ക് തന്നെ അല്ല, സൈക്കിള്, അങ്ങനെ ഓരോരോ മാർഗങ്ങൾ വഴിയാണ് എല്ലാവരും പോകുന്നത്. പല ട്രെയിൻ വഴി മാർഗങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രീം ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ വേണമെങ്കിലും പോകാം. ആ ഒരു ഹാപ്പി മൂമെൻറ്റ് അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് പോകാൻ പറ്റാതെ നിൽക്കുന്നവരൊക്കെ കാണും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് തന്നെ പോവുക.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത നമ്മളെ ബോട്ടിങ്ങിലുള്ള ആ ഒരു ക്യൂലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഏകദേശം ഒരു 6:30 സമയമായി കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. അതേപോലെ നമ്മൾ ഈ മെയിനായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് ഒരു ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സൺസെറ്റ് കണ്ട ഉടനെ തന്നെ നമ്മൾ തിരിച്ച് നേരെ ആ ഒരു ക്യൂവിലോട്ട് വന്ന് നിൽക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡിലാണ് കേട്ടോ. നമ്മൾ നേരെ ചെല്ലുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പം നല്ല തിരക്കുണ്ട്. ഇപ്പോഴും ആൾക്കാർ അവിടെ ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് നമുക്ക് 100-ൻ്റെ ഉണ്ട്, അതേപോലെ 300-ൻ്റെ ക്യൂ ഉണ്ട്. 2 ക്യൂ ആണ്. രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ ബോട്ടിങ്ങിൽ തന്നെയാണ് കയറ്റി വിടുന്നത് തന്നെ. അപ്പം ഇപ്പോൾ ഈ ഓൺലൈൻ വഴി നമ്മൾ ഈ 300-ൻ്റെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 350 ആവും തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ അവർ ചോദിച്ചപ്പം പറഞ്ഞതുള്ളൂ. അപ്പം നമ്മളിപ്പം ആദ്യമേ കറക്റ്റ് ഒരു 6:30 സംതിങ് ആയി. അപ്പോൾ ഇതാണ് എൻട്രി കേട്ടോ. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ കാണുന്നത് 300-ൻ്റെ ക്യൂവും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 100-ൻ്റെ ക്യൂ ആണ്. അതുപോലെ ഇന്ന് ഞായറാഴ്ചയും കൂടി ആയപ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സൺസെറ്റ് കണ്ട് നേരെ വന്ന് ക്യൂവിലങ്ങ് നിന്നത്. ഏകദേശം എത്ര മണിക്കൂർ ആകും എന്നൊരു ഉറപ്പില്ല, എങ്കിലും നമ്മൾ നിന്ന് കണ്ടിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജെല്ലാം കയറിയിട്ട് പോയെങ്കിലേ നമുക്കിന് അടുത്ത ഏത് പ്ലേസ് കവർ ചെയ്യണമെന്നുള്ള അറിയത്തുള്ളൂ. എത്ര മണിക്ക് തീരും, എത്ര മണിക്ക് പോയിട്ട് ഇറങ്ങി വരും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ നേരെ വന്ന് ക്യൂവിലാണ് നിന്നത്. അപ്പോൾ ഇപ്പോൾ കടകളുടെ കാര്യങ്ങളൊന്നും തുറന്നില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9-10 മണിയൊക്കെ ആവും. അല്ല 9 അല്ല, ഒരു ഏകദേശം ഒരു 9:30-8 മണിക്കകത്താവും തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കകത്താണ് നമുക്ക് ഇതിനകത്ത് അലൗഡ് ഉള്ളത്. നമ്മളിതിനകത്ത് കയറി കഴിഞ്ഞാലും പെട്ടെന്ന് കയറും എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 100 പേർക്ക് ഡിസ്റ്റൻസിലാണ് നമ്മൾ. അങ്ങനെ ഏതാണ്ട് ക്യൂ കുറച്ചൊന്ന് നീങ്ങി തുടങ്ങി കേട്ടോ. ഈ നല്ല ഹൈറ്റാണ്, അങ്ങ് വരെ പോകുന്നുണ്ട് ഈ ആൾക്കാർ. അപ്പം അതിന് തൊട്ടടുത്തുള്ള കുറച്ച് കടകളും കാര്യങ്ങളെല്ലാം ഏതാണ്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ഈ ശംഖ് അതുപോലെ ഈ ബാഗ് ഐറ്റംസൊക്കെയാണ് കൂടുതൽ വരുന്നത് തന്നെ. ഞങ്ങൾ നിൽക്കുന്ന ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഒരാൾ ഒരു മണിക്കൂർ കൊണ്ട് സാധനങ്ങളെല്ലാം വെളിയെടുത്ത് വെക്കണം. അതിന് തന്നെ ഒരു നല്ല സമയം എടുത്ത് തന്നെ വേണം പറയാൻ. അപ്പം ഏകദേശം നമ്മൾ അവിടെ നിന്ന് വീണ്ടും കുറച്ചങ്ങോട്ട് നീങ്ങി പോയപ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് മെയിൻ കവാടത്തിൻ്റെ ഫ്രണ്ട് വരെ വന്ന്. അപ്പം ഞാനിപ്പോൾ വീണ്ടും പറയാം, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് നമ്മൾ 100-ൻ്റെയും റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് 300-നാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു തുടങ്ങുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് എല്ലാവരും കൂടി ഇടിച്ച് കയറി. ഏറ്റവും ഫ്രണ്ടിലുള്ള എല്ലാവരും മാറ്റിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ പോകുന്നത് തന്നെ. അപ്പോൾ ഈ തുടങ്ങുന്ന സമയത്ത് ഒത്തിരി പേര് ഇടയ്ക്കേറി വരും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും അകത്തോട്ട് കയറി. ഞാൻ വെച്ച് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ബോട്ടിങ്ങിനകത്തോട്ടായിരിക്കും നേരെ കയറുമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടുന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ തന്നെ 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളവിടെ വെച്ചിരുന്നത്. ഏകദേശം ഒരു 4 ബോട്ടിംഗ് ഉണ്ട്. 4 ബോട്ടിങ്ങിൽ ഒന്ന് തിരിച്ചു പോയും അതുപോലെ ഒരെണ്ണം തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു ബോട്ടിങ്ങിനടുത്ത് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30 സംതിങ് ഉണ്ടായി. ആലോചിക്കണം, ഞങ്ങൾ 5:30-ക്ക് നിന്നതാണ് കേട്ടോ. 5:30 അല്ല, 6:30-ക്ക് നിന്നതാണ്.
അങ്ങനെ ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മളങ്ങനെ കറക്റ്റ് ആ ഒരു ഡെസിഗ്നേഷൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി അകത്തോട്ട് എൻട്രി കയറണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 30 വരുന്നത്. അപ്പോൾ 30 എടുത്തിട്ടാണ് നമുക്ക് ഇവിടെ അതിൻ്റെ അകത്തോട്ട് കയറാൻ പ്രവേശിക്കത്തുള്ളൂ. അപ്പോൾ അത് ഓർക്കുക. അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓരോ മൊത്തം 4 ബോട്ടിങ്ങാണ് ഉള്ളത്. 4 ബോട്ടിങ്ങിലും 2 ചേഞ്ചാണ് കൊണ്ടുവരുന്നത്. ഒരാളെ കൊണ്ടിറക്കിയിട്ട് അത് കണക്കിന് അടുത്തൊരു ട്രിപ്പ് വരുന്ന ആൾക്കാരെ തിരിച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഈ ടിക്കറ്റ് കാണിച്ചിട്ട് കയറാൻ തന്നെ. അപ്പം ചൂട് സഹിക്കാൻ പോയ സത്യം പറഞ്ഞാൽ അവനിക്ക് ഇവർ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു വൈറ്റ് പെയിൻറ്റ് പോലെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കൂളിംഗാണ്. അതുപോലെ നമ്മൾ ആ കറക്റ്റ് ഒരു ഇപ്പുറത്തെ ആ കല്ലിനകത്ത് നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ കാല് നല്ലപോലെ പൊള്ളും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് കുടയോ തൊപ്പിയോ കൊണ്ടുവരുന്നത് നല്ലതാണ്. അപ്പം അവിടെ തന്നെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഞാനും അത് പിന്നെ ലാസ്റ്റാണ് ഇതിനകത്ത് കണ്ടത് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഈ ഒരു ടോപ്പിലോട്ട് നമ്മളങ്ങനെ കയറുകയാണ്. കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വൈറ്റ് പെയിൻറ്റ് അടിച്ചിരുന്നുണ്ടോ അതിനകത്ത് തന്നെ കറക്റ്റ് നടന്നു പോകണമെങ്കിൽ നമ്മൾ കാലെല്ലാം കറക്റ്റ് ഒരു കൂളിംഗാണ്. അപ്പം നമ്മൾ ഈ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്റ്റെപ്പ് കയറുന്നത് തൊട്ട് ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ ചെരുപ്പൊക്കെ ഊരി വെക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് അല്ലാതെ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മേളോട്ട് കയറുമ്പം ആ ഒരു വ്യൂ പോയിന്റ് നമ്മൾ ഇത്രയും നേരം നിന്നതിന് ഒരു എന്താ പറയുന്നത് ഒരു എൻട്രൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിംഗ് ഒക്കെ മാറുവാണ്. പക്ഷെ എന്തുവാ നമ്മൾ രാവിലെ ഇന്ന് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് സഹിച്ചൊക്കെ പോകണം. ഈ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമിൽ ഞാൻ കന്യാകുമാരി വന്ന് ഇന്നാണ് ഞാൻ 2ാമത്തെ പ്രാവശ്യം വന്നതിൽ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ കയറി. അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. ആ ഒരു കുഴപ്പമുള്ളു. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ വരാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഈ ഒരു വൈറ്റ് ഉണ്ടോ പെയിൻറ്റ് പോലെ അപ്പോൾ അതിനകത്താണ് ഈ നടന്നു പോകുന്നത്. അല്ലാതെ ഈ അപ്പുറത്തുള്ള ഈ കല്ലി ചവിട്ടുമ്പോഴത്തേക്ക് നല്ലപോലെ പൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് പോകാനുള്ള. അപ്പോൾ ഇതിന് തൊട്ടടുത്തൊരു ടെമ്പിളും ഉണ്ട്. അപ്പോൾ ഈ 2 അമ്പലം ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെ. അപ്പോൾ ഈ 2 അമ്പലത്തിലും അകത്ത് ഫോൺ അലൗഡ് അല്ല. വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാം എടുക്കാമെങ്കിലും അകത്ത് പ്രവേശനമില്ല. അത് അവർ മസ്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കയറുന്നതിൻ്റെ എൻട്രിയിലും അതിൻ്റെ അകത്തും ആ ഒരു ആൾക്കാർ നിൽപ്പുണ്ട്. അവർ അത് മസ്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് ഫോട്ടോസ് എടുക്കരുതെന്നുള്ളത്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വേണമെങ്കിലും ധൈര്യത്തോടുകൂടി എടുക്കാം, പക്ഷെ അകത്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വന്ന് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മളത് അവോയ്ഡ് ചെയ്തതാണ്. പക്ഷേ ഈ വട്ടം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് കറക്റ്റ് 12 മണിയാവാറായി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഈ വെയിൽ ഉച്ചയാണ് കേട്ടോ വീഴുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നടന്നപ്പോഴത്തേക്ക് ഒരു വേറൊരു ഫീലാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ആൾക്കാർ നിൽപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചാടാനോ അങ്ങനെ കിടക്കാനോ ഒന്നും പാടില്ല എന്നുള്ളത് അവർ സഹിതം പറയുന്നുണ്ട്. അപ്പോൾ വരുന്നവർ അതിനൊപ്പം അനുസരിച്ച് തന്നെ പോകുക. അതോടൊപ്പം അവിടെ ഈ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിൽ തന്നെ കുറച്ച് പണികളും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. മൊത്തത്തിൽ കുറച്ച് മെയിൻ്റെനൻസ് ആണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടുന്ന് തന്നെ അടുത്ത് നമ്മൾ തിരുവള്ള സ്റ്റാച്യൂൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് മെയിൻ നമുക്ക് എൻട്രിയും അതുപോലെ തിരിച്ചു വരാനുള്ള റിട്ടേണും എല്ലാം അതിനകത്ത് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തന്നെ പോവാം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. കറക്റ്റ് നമ്മളൊരു ഈ കന്യാകുമാരിയിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ മെയിൻ എടുക്കാനായിട്ടാണ് നമ്മൾ ഈ വന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലം അവോയ്ഡ് ചെയ്തതാണ്. പക്ഷേ ഈ വട്ടം നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഇതിനകത്ത് ഫുള്ളും നമ്മൾ ഇടുന്നതാണ്. സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ നമ്മളിനി കറക്റ്റ് ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞ് എത്ര സമയമാവുമെന്ന് അറിയത്തില്ല, എങ്കിലും നമ്മൾ അടുത്ത കുറച്ച് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തെങ്കിലും കുറച്ച് ലോങ് ആയിരിക്കും. അപ്പോൾ ഈ ലോങ് ഞാൻ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന എല്ലാം A to Z ഫുള്ളും നിങ്ങളെയും കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലതിനകത്തൊക്കെ തീർച്ചയായിട്ടും ലാഗിങ് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തിരുവല്ല സ്റ്റാച്യൂൻ്റെ അകത്താണ് ഈ പോകുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ നിറയെ ഫുള്ളും നമ്മളെ ഈ കല്ലാണ്. അതുപോലെ ഇതിനകത്ത് കയറുമ്പം സെപ്പറേറ്റ് ഒരു കൂളിംഗാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊന്നും ഇല്ല, നല്ലൊരു കൂളിംഗാണ് അനുഭവപ്പെടുന്നത് തന്നെ. കയറുമ്പോൾ തന്നെ നമുക്ക് ലൈൻ മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേളിൽ വരുമ്പം അതിൻ്റെ വ്യൂ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാലും നമുക്കൊരു ഫുൾ വ്യൂ കറക്റ്റ് കിട്ടണമെന്നില്ല. കറക്റ്റ് 12 മണി ആയിരം എബോ ആണ് നമ്മൾ ഈ ഒരു തിരുവള്ളൂർ സ്റ്റാച്യൂൻ്റെ അടുത്ത് നിൽക്കുന്നത് തന്നെ. എന്തായാലും നമുക്ക് മേളിൽ കയറി നോക്കാം.
അമ്മ കടല്ലേ കല്ല് വെച്ച് അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ തിരുവല്ലൂർ സ്റ്റാച്യൂൻ്റെ കാൽഭാഗത്തിനടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 200 റുപ്പീസ് ഉള്ളത്. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് അതിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നെ തരും അവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതുപോലെ സെപ്പറേറ്റ് ഇപ്പോൾ ഒത്തിരി പേര് ഫോണൊക്കെ കൊണ്ടുവരുന്നത് കൂടുതൽ പേരും ഫോണാണ് എടുക്കുന്നത്. ഫോട്ടോ എടുക്കണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് എടുക്കാം. 200 സംതിങ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു തിരുവല്ലൂർ സ്റ്റാച്യൂൻ്റെ വരുമ്പോഴത്തേക്ക് നല്ല ഹെവി ചൂടാണെങ്കിലും വിയർക്കുന്നില്ല മെയിൻ കേട്ടോ. ഞങ്ങൾ ഇത്രയും വരുന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട്, പക്ഷേ വിയർക്കുന്നില്ല. പക്ഷെ ആ സമയത്ത് കൊല്ലത്താണെങ്കിൽ ഒരു 5 മിനിറ്റ് നിൽക്കേണ്ട വിയർത്ത് ഒലിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ ഈ തിരുവല്ല സ്റ്റാച്യൂൻ്റെ കാൽപാദത്തിനടുത്ത് വന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് ഫുള്ളും കിട്ടണമെന്നില്ല. ഞാൻ എങ്ങനെയാലും ക്യാമറ വെച്ച് ഫുള്ളും കിട്ടണമെങ്കിലും നമ്മളൊരു ഫുള്ളും കിട്ടുക സത്യം പറഞ്ഞാൽ എങ്ങനെ വെച്ച് പിടിച്ചിട്ടും ഞാൻ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് 12 മണിയായി. നമ്മളൊരു കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്ര അടുത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടത്തില്ല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പം ഇത്ര ദൂരം വന്ന് നമ്മൾ മാക്സിമം എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിപ്പോൾ എത്ര സമയമാവുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ കുറച്ചേരം ഇവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകത്തുള്ളൂ. അപ്പം അവിടെ നിന്നൊക്കെ കാണുമ്പോഴുള്ള വ്യൂ ഉണ്ടോ, നമ്മൾ വന്ന വഴി തന്നെയാണ്. അതുപോലെ ഇതിന് സെപ്പറേറ്റ് ഒരു വേറെ ബോട്ടിങ് വരെ അലൗഡ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു സ്ട്രോക്ക് ബോട്ടിങ് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോക്ക് കണ്ടോ, കല്ലിൻ്റെ ഒക്കെ സെപ്പറേറ്റ് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും ഒരു കിടിലം പ്ലേസ് തന്നെയാണ് ഈ ഒരു എൻഡ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നത് തന്നെ. അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ കയറുമെങ്കിലും ചിലതിനകത്തൊക്കെ വിട്ടുപോയി കാണാം. അതുപോലെ ചിലതൊക്കെ എന്തെങ്കിലും പറയാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും, അതെല്ലാവരും ക്ഷമിക്കുക. ഞാൻ എല്ലാ വീഡിയോകളിലും തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ എറർ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞങ്ങൾ എന്തൊക്കെയാലും വെള്ളം കൊണ്ടാണ് വന്നത് സേഫ്റ്റിക്ക്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബഡ്ജറ്റായിട്ടാണ് നമ്മൾ വരുന്നത് തന്നെ. അപ്പോൾ നല്ല ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷനില്ല. എങ്കിലും ഒരു ബഡ്ജറ്റ് ട്രിപ്പ് വരുന്നത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പം നമ്മൾ ഈ തിരുവല്ല സ്റ്റാച്യൂവിൻ്റെ അടുത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലോട്ട് പോകുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. கண்ணாடி மின்னல் போடக்கூடாது. பெற்றவர் பிரச்சனைத்தான் கிளாஸ் நேரம் கூர்பேடி கண்ணாடி முள்ள இருக்காம் பாடில்லை, கண்ணாடி முள்ள கிடக்காம் பாடில்லை. முன்னாடி மேலே உட்காரக்கூடாது, நடந்து செல்லலாம். Do not be standing up. Do not jump on the ground. Do not sleep on the ground.
ടൈഗർ ഫിഷ്. ഇത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് എല്ലാം കയറിയിട്ട് തിരിച്ച് വരുമ്പോഴുള്ള ക്യൂ ആണ് കേട്ടോ. നൂറിന് നല്ല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ നല്ല വെയിലുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇപ്പോഴും ആൾക്കാരുണ്ടോ കൂടെ അതുപോലെ പിടിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് 300 ഇതിനകത്ത് ആൾക്കാരില്ല, ആൾക്കാർ കുറവാണ്. അപ്പോൾ ഈ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കയറാം, എങ്കിലും നല്ല ചൂടായിരിക്കും. അതുപോലെ നമ്മൾ അത്യാവശ്യം ഇതിനകത്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ ഫ്രണ്ടിലുള്ള കുറച്ച് ഷോപ്പൊക്കെ നമുക്കൊന്ന് കവർ ചെയ്ത് നമ്മൾ ഇടുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം മറ്റം വരെ. അതുപോലെ ഇനിയും അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതോടൊപ്പം നമ്മളൊരു വേറെ കുറച്ചൊരു ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതും ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ തുണി, ബാഗ് ഐറ്റംസ് എല്ലാത്തിനും പ്രൈസ് വളരെ കുറവാണ്. അപ്പം ഇപ്പോൾ വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്ന് മേടിക്കാവുന്ന ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഞായറാഴ്ച കൂടെയാണ്, നല്ലൊരു തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ നമ്മൾ കന്യാകുമാരി വരെ വന്ന സ്ഥിതിക്ക് കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഞാൻ ഒന്നും മേടിച്ചില്ല. ഈ വട്ടം ഞാൻ നമ്മളൊരു ശിവലിംഗവും നമ്മളൊരു ഗണപതി ഒരു ലിംഗവും ഞാൻ മേടിച്ചിട്ടുണ്ട്, നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടി. അപ്പം അവനും വേറെ ഐറ്റംസ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ശംഖ് ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശംഖൊന്നും നമ്മൾ മേടിച്ചില്ല, നമ്മൾ ഈ ശിവലിംഗം അങ്ങനത്തുള്ളതൊക്കെയാണ് മേടിച്ചത് തന്നെ. അപ്പം നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും വീഡിയോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന എല്ലാ വീഡിയോകളും എപ്പിസോഡ് നമ്മൾ നിങ്ങളെ കാണിക്കുക എന്നുള്ളൊരു മെയിൻ സൊല്യൂഷനാണ്. അപ്പം സ്കിപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എല്ലാം ഞാൻ നോക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നതിനകത്ത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നല്ലൊരു ലെങ്ത് ചെയ്യാറുണ്ട്. നമ്മൾ അടുത്തൊരു പ്ലേസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്ക് ഈ ഒരു ആർച്ച് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതിപ്പം പണിഞ്ഞതാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 2 കൊല്ലം ആവറായെന്ന് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം. അപ്പോൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ ലുക്ക് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് പറ്റിയ എല്ലാം നമ്മളിതിനകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അതേപോലെ തന്നെ അടുത്തൊരു പ്ലേസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും പാർട്ട് 2 എന്നുള്ള രീതിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ലെങ്തിയാണ്. നമ്മളാൽ കഴിയുന്ന എല്ലാ വീഡിയോകളും സ്കിപ്പ് ചെയ്തതിന് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പം അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. നമ്മുടെ മെയിൻ എൻട്രിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ കാറും ബൈക്കും എല്ലാം പാർക്ക് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഒരു സ്ഥലം സ്പേസ് ഉണ്ട് അവിടെ. നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാം. ഓരോ വണ്ടിക്കും ഓരോ റേറ്റ് ആയിരുന്നു വരുന്നത്. എൻ്റെ ബൈക്ക് എനിക്കൊന്ന് 20 തോന്നുന്നു കേട്ടോ, ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ വണ്ടി കുറച്ചുകൂടി ഫ്രണ്ടിൽ വന്ന് നമ്മളൊരു മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരുന്നത് തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വണ്ടി വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ വണ്ടിയുടെ വെക്കാൻ സ്പേസ് ഉണ്ട്, അവിടെ തന്നെ വെക്കാം. അപ്പം ഇതുവരെ സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഓരോ കമൻറ്റും അതുപോലെ ലൈക്കും ചെയ്ത് നമ്മുടെ ചാനൽ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ ഈ കന്യാകുമാരിയിലെ ഈ ഒരു വീഡിയോ നമ്മൾ പാട്ടുള്ള രീതി തന്നെയായിരിക്കും, കുറച്ച് ലെങ്തി ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ഹാപ്പി ജേണി. കറുവപ്പട്ടല്ലേ? ജീരകം മസാല, ഈ മസാല അത് കിലോ പൈസ എടുക്കണമായിക്കടാ. സെപ്പറേറ്റ് കിട്ടും, ഇല്ലെങ്കിൽ കിലോ പൈസ ആയിരിക്കും മൊത്തത്തിൽ. ഇതിൽ ചോദിക്കാം. ഹലോ
டைம் வருது உனக்கு. இதுக்கு பேர் அண்ணாச்சி பூ, இதுக்கு பேர் சுருப்பெட்டை. கிலோ எவ்வளோ இது? கிலோ இது 1 கிலோ 1000. மொத்தம் எவ்வளோ ஆகும்? மொத்தமாலாம் தர மாட்டோம், தனித்தனியாக வாங்கணும். மொத்தமான 50 ரூபா போயிட்டு அங்கே இருக்கு, கேமரா அங்கே இருக்குங்க. மொத்தமாக போயிட்டு ஆ ஓகே ஓகே. இதெல்லாம் பார்க்கலாம். மண்டக்காய் கட்டிய போட்டியா மசாலா ரெடிண்ணா വരില്ല.